EVM മിഷനുകളിലെ ക്രമക്കേടുകളെ ചൂണ്ടിക്കാണിച്ച് രാജ്യവ്യാപകമായിട്ട് പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് മമതാ ബാനർജി. മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർക്ക് മാതൃകയാവുകയാണ് മമതാ ബാനർജി. രാജ്യത്തെ ഞെട്ടിപ്പിച്ച ചില വിവരങ്ങൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ EVM മിഷനുകളിലെ ക്രമക്കേടുകളെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ ഈ വിവരങ്ങൾ വന്നിട്ട് പോലും മിണ്ടാതിരിക്കുന്ന പല പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കന്മാർക്ക് കൃത്യമായിട്ടുള്ള സന്ദേശമാണ് മമതാ ബാനർജിയിലൂടെ ലഭിക്കുന്നുള്ളത്. മമതാ ബാനർജി പറയുന്നു, രാജ്യത്ത് ഉടനീളം EVM മിഷനുകളിൽ ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ചില മണ്ഡലങ്ങളിൽ ഇത് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഈ തെളിവുകൾ മുന്നിലുണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടുള്ള നടപടികൾക്ക് തയ്യാറാവാതെ പോകുന്നത്? അതുകൊണ്ട് ബംഗാളിൽ നിന്ന് തന്നെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടികൾക്ക് മമതാ ബാനർജി ആഹ്വാനം നടത്തുകയുണ്ടായി. അതായത് തിരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തെക്കുറിച്ച് നിലവിൽ തൃണമൂലിന്റെ മന്ത്രിമാരും അതുപോലെ തന്നെ MLA-മാരെയും വിളിച്ചു ചേർത്ത ഒരു യോഗത്തിന് ശേഷമായിരുന്നു മാധ്യമങ്ങളോട് മമതാ ബാനർജി ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. 23 പ്രതിപക്ഷ പാർട്ടികളെ കൂടെ കൂട്ടും, അവരോടൊക്കെ കൃത്യമായി ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെടും. അങ്ങനെ ഒരു രാജ്യത്തുടനീളം പൊതുജനങ്ങളുടെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് മമതാ ബാനർജി തീരുമാനിക്കുന്നത്. ഇതെന്തായാലും മറ്റുള്ളവർക്ക് വലിയ പ്രചോദനമാണ്. എടുത്തു പറഞ്ഞാൽ കോൺഗ്രസ് അടങ്ങുന്നവർ പോലും ചില കാര്യങ്ങളെ മുന്നിൽ നിർത്തിയിട്ട് ചില കാര്യങ്ങളുടെ റിപ്പോർട്ടുകളെ കാത്തിരിക്കുന്ന സമയത്ത് പോലും മമതാ ബാനർജി അവരുടെ തീരുമാനത്തെ പ്രഖ്യാപിക്കുന്നു. ബംഗാളിൽ നിന്ന് ഒരു പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടുകയാണ്. ആ പ്രതിഷേധത്തെ ഏറ്റുപിടിക്കാൻ രാജ്യത്തുടനീളമുള്ള പൊതുജനങ്ങളോട് അവർ ആഹ്വാനം നടത്തുന്നു. അതിഗംഭീരമായിട്ടുള്ള തീരുമാനം. കാരണം 373 മണ്ഡലങ്ങളിൽ 220 മണ്ഡലങ്ങളിലും 373 മണ്ഡലങ്ങളിലെ 220 മണ്ഡലങ്ങളിലും പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ എണ്ണിയിട്ടുണ്ട്. ഈ സത്യമാണ് മമതാ ബാനർജിക്ക് വലിയ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഊർജം നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ പ്രതിഷേധം രാജ്യവ്യാപകമായിട്ട് എത്തിപ്പെടുകയും രാജ്യത്തെ പൊതുജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി വിദേശ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് EVM-ലെ ക്രമക്കേടുകളെ മുന്നിൽ നിർത്തി കൊണ്ടുവരാനുള്ള നീക്കം നടത്തുമ്പോൾ രാജ്യവ്യാപകമായിട്ട് EVM മിഷനുകളിലെ ക്രമക്കേടുകൾ ചർച്ച ചെയ്യപ്പെടും. അതിനെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ രാജ്യവ്യാപകമായിട്ട് ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ എന്തായാലും കൃത്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളാൻ ഉദ്യോഗസ്ഥർ ബാധ്യരാകും. അതുകൊണ്ട് തന്നെ ഒരു വലിയ തിരിച്ചടി BJP-ക്ക് നേരെ വിരൽ ചൂണ്ടുകയും ചെയ്യും. പക്ഷേ ഇത് യാഥാർത്ഥ്യമാവണം. എല്ലാവരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഇത് യാഥാർത്ഥ്യമാവുകയുള്ളൂ. മമതയുടെ ഒറ്റയാൻ പോരാട്ടത്തിൽ ഇത് നിൽക്കുകയില്ല. മറിച്ച് മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികൾ എന്തുകൊണ്ടും അവർ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയാൽ മാത്രമേ ഈ ഒരു പ്രയത്നത്തിന് വിജയമുണ്ടാവുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.